KSRTC കയറിയാലോ? കൊട്ടാരക്കര അതിനകത്ത് വഴി അടൂര് ഈ ജോലി പോയാലും രക്ഷപ്പെടും. അത് ഉറപ്പാ. അപ്പൊ നമുക്ക് അറിയാലോ, കൊട്ടാരക്കരയിലെ കാര്യം കണ്ടു, അടൂരെ കാര്യം കൂടി അറിയണമല്ലോ. അത് പിന്നീട് കുറച്ച് ദൂരെയാ. എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്താണ് അടൂരിലെ പൾസ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമസ്കാരം ചേച്ചി, എങ്ങോട്ടാ രാവിലെ? ഇവിടെ അടുത്ത് പോവാണ് അല്ലെ? എവിടെയാണോ വീട്? ജോലിക്ക് പോവാ. ഞാൻ എന്റെ വീട് രണ്ടാലും മൂടാ. വീട് രണ്ടാലും മൂട്. എന്തോ ജോലി? എനിക്ക് വീട്ടു ജോലിയാ. ഇവിടെയാണ് സ്ഥലം അല്ലേ? എന്റെ സ്ഥലം എന്ന് വെച്ചാൽ രണ്ടാലും മൂട് സ്ഥലവും. പക്ഷെ ഞാൻ ഇവിടെ ഗോവിന്ദമംഗലം എന്ന് പറഞ്ഞൊരു വീട്ടില് ആഴ്ച ഞാൻ ജോലിക്ക് വരുന്നതാ. ഓക്കെ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട്. സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? മാറണോ മാറണ്ടേ? ഇലക്ഷനൊക്കെ വരുമല്ലേ? ഇലക്ഷനൊക്കെ വരും. എന്താ അഭിപ്രായം ചേച്ചി? മാറ്റം വേണം. ചേച്ചിയുടെ അഭിപ്രായം എന്താ? മാറ്റം വേണം. എന്തുകൊണ്ട് മാറണം? നമ്മുടെ ഈ കേരളം മാറിയാലേ നമ്മൾ ഈ ലോകം രക്ഷപ്പെടത്തുള്ളൂ. കേരളം മാറണം. അത് UDF വരണം. UDF അല്ല, BJP വരണം. BJP വരണം. ആരാവണം മുഖ്യമന്ത്രി? രശ്മി ആവണം. മുഖ്യമന്ത്രി രശ്മി ആവണം. രശ്മി അത്രയ്ക്ക് ഇഷ്ടമാണോ? അത്ര ഇഷ്ടമാണോ? BJP ആയതുകൊണ്ട് പറഞ്ഞതാ അല്ലേ? നമ്മൾ UDF. ആര് വരണം? UDF വരണോ? UDF വരണം. ഇവിടെ KN ബാലഗോപാൽ ജയിക്കണോ വേണ്ടയോ? ജയിക്കണം. KN ബാലഗോപാൽ ജയിക്കണോ? UDF ആയിട്ട് KN ബാലഗോപാൽ ജയിക്കണോ? ഐഷാപ്പൊട്ടി ജയിക്കണം. ഐഷാപ്പൊട്ടി ജയിക്കണം. സർക്കാർ ഇപ്പൊ മാറണം മാറണമെന്നാ തീരുമാനം. ആണോ? മാറുവോ? മാറുമെന്ന് 100% പറയാം. 100% പറയാം. എന്താ ചെയ്യുന്നത് ചേച്ചി? കച്ചവടത്തിനൊക്കെ പോകും. കച്ചവടം എവിടെയാണ്? കച്ചവടം വെരി ഗുഡ്. ഓക്കെ. എവിടേക്കാണ്? അടൂര്. ഇവിടെ കൊട്ടാരക്കരയാണോ? അല്ലല്ല. എവിടെ സ്ഥലം? പത്തനംതിട്ട. എങ്ങനെയുണ്ട് പത്തനംതിട്ടയിലൊക്കെ? ഉഷാറല്ലേ തെരഞ്ഞെടുപ്പ്? അറിയത്തില്ല. ഓക്കെ, ഗുഡ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. യാത്രയിലേക്കാണോ? എങ്ങോട്ടാണ്? ഏനാത്തോട്ട് പോവാണ്. ഏനാത്തേക്ക്. ഇവിടെ കൊട്ടാരക്കരയാണോ? കൊട്ടാരക്കരല്ല, സുരേന്ദ്രന്റെ നാട്ടിലാണ്. കൊട്ടാരക്കരക്കാരൻ. എങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയം നല്ല? ഇപ്പൊ കേരളത്തിൽ ഈ LDF അല്ലാതെ ആരും വന്നാലും അതിന് രക്ഷപ്പെടാൻ പോകുന്നത്. LDF വരണം. എല്ലാവരും വന്നില്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നവരും എന്ത് ചെയ്യും? എനിക്കത് പെൻഷൻ 2000 രൂപ പെൻഷൻ കിട്ടുന്ന വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കത് കിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടിലൂടെ 4000 കിട്ടുന്നുണ്ടോ? 4000 കിട്ടി. 4000 രൂപ കിട്ടുന്നുണ്ട്. കിട്ടും. അങ്ങനെയല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ ഈ സർക്കാർ പോയില്ലെങ്കിൽ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? പിന്നെ UDF 3000 രൂപ തരും. 3000 അല്ല, തന്നിട്ടുണ്ടല്ലോ. ഇതുവരെയ്ക്കും തന്നിട്ടില്ലല്ലോ. അവര് 100 രൂപ അവര് വർദ്ധിപ്പിച്ചത് ഇത്രയും നാള് ഭരിച്ചിട്ട്. മനസ്സിലായില്ലേ? അത് 500 കിട്ടിയത് 600 കിട്ടിയത് ഞങ്ങൾ ഞങ്ങളങ്ങനെയല്ല ജീവിക്കുന്നത്. 4000 രൂപ കിട്ടുമ്പോ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. ഞങ്ങൾ വയസ്സ് എന്തോരാ? എനിക്ക് 73 വയസ്സുള്ളവരാണ്. മനസ്സിലായില്ലേ? അയാൾ 65 വയസ്സുള്ള ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഓക്കെ. ചേട്ടാ എങ്ങോട്ടാണ്? കലയപുരം. എന്താ കലയപുരം? സർക്കാരിന്റെ ഒരു അവസ്ഥ എന്താ? മാറുമോ? പ്രത്യേകിച്ച് പറയാൻ. എന്താ ജോലി ചെയ്യുന്നത്? തട്ടിന്റെ പണിയാണ്. ഓക്കെ, ഗുഡ്. അപ്പോ വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഇത് ഏനാത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഒരു SP ജയിക്കണമെന്ന് ഒരു കൂട്ടര്, UDF ജയിക്കണമെന്ന് മറ്റൊരു കൂട്ടര്, ബാലഗോപാൽ വന്നില്ലെങ്കിൽ പെൻഷൻ മുടങ്ങും എന്ന് മറ്റൊരു കൂട്ടർ. കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞില്ല. ആരാ ജയിക്കട്ടെ? സർക്കാർ മാറണോ വേണ്ടയോ? മാറണമെന്നില്ല. പിണറായി സർക്കാർ തുടർന്നാ മതി എന്നാണോ? പെൻഷൻ കിട്ടുന്നോണ്ടാണോ? പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കൃത്യമായിട്ട് കിട്ടും അല്ലേ? മറ്റവര് വന്നാലോ? UDF വന്നാലോ? സാറേ, ജയിച്ചാലും ഞാൻ കഷ്ടപ്പെട്ടാ ഞാൻ ജീവിക്കുന്നത്. അതാണ് കേട്ടോ. അടിസ്ഥാനമായിട്ട് ഓരോ വോട്ടർമാരും അങ്ങനെയാണ്. നമ്മുടെ ഡ്രൈവർ ഉണ്ട്, പൈലറ്റ്. സമയമായി. ഗുഡ് മോർണിംഗ് ചേട്ടാ. എങ്ങനെയുണ്ട് KSRTCയിലെ ഇപ്പൊ ജീവനക്കാരുടെ അവസ്ഥ? കഴിഞ്ഞ 2 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. അത്ര ടെൻഷൻ ഇല്ല ആണ് അല്ലേ? ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞ സന്തോഷമാണോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത നമുക്ക് വിഷയമില്ല. നമ്മുടെ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് കിട്ടിയാൽ മതി. ദാറ്റ്സ് ദ പോയിന്റ്. ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നത്? അടൂർക്ക് പോകുന്നു. എത്ര സമയം എടുക്കും ഇവിടുന്ന് അടൂരെത്താൻ? ഇവിടുന്ന് 3/4 മണിക്കൂർ. വണ്ടിയൊക്കെ കണ്ടീഷൻ അല്ലേ? കുഴപ്പമില്ല എന്നേ ഉള്ളൂ. ബ്രേക്കൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. വണ്ടി കണ്ടീഷനാണ്. താങ്ക് യു കേട്ടോ. താങ്ക് യു. അപ്പം സേഫ് ജേർണി. അപ്പോ അടൂരിൽ നിന്ന് ഏനാത്തേക്ക് പോകുന്ന, ഏനാത്ത് വഴി, കൊട്ടാരക്കരയിൽ നിന്ന് ഏനാത്ത് വഴി അടൂരേക്ക് പോകുന്ന വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുന്നു. ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നല്ലേ? അടുത്തൊരു യാത്രക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് രശ്മിയെ കാണണം. ഒപ്പം തന്നെ നമ്മുടെ UDF സ്ഥാനാർത്ഥി ഐഷാപ്പൊട്ടി ഉണ്ട്. കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോ നമസ്കാരം. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഒരുപാട് യാത്രക്കാർ എത്തുന്നത്. നമസ്കാരം അമ്മ. എങ്ങോട്ട് പോകണോ? കരുനാപ്പള്ളി. ബന്ധു വീട്ടിൽ പോവാണോ? മോളുടെ വീട്ടിലാണോ? മോളുടെ വീട്ടിൽ പോവാ? കൊച്ചുവള ദുഃഖവെള്ളിയായിട്ട്. ഓക്കെ. എന്തുകൊണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല. സുഖമായിട്ട് പോകുന്നു.
അല്ലേ? ഇവിടെയാണോ? കൊട്ടാരക്കരയാണോ സ്ഥലം? അല്ല പതിനപ്പ. അതിലിപ്പോ പെൻഷൻ കിട്ടുന്നുണ്ടോ? ഏതാ 2000 രൂപയാണോ? അല്ല ഞാൻ ജോലി ചെയ്ത പൈസ സർവീസിലായിരുന്നോ? അണ്ടി ഓഫീസിലായിരുന്നു. അണ്ടി ഓഫീസിലായിരുന്നു. അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. സർക്കാർ മാറണം എന്നൊരു അഭിപ്രായമുണ്ടോ? മാറിയാ കൊള്ളാം. മാറിയാ കൊള്ളാം. UDF വരണം. അല്ലേ? എന്തുകൊണ്ടാണത്? അല്ല അതൊന്നുമല്ല. ഇന്ന് മാറിയാ കൊള്ളാം അല്ലേ? അപ്പൊ പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടും. മാറി മാറി വരുന്നതാണോ നല്ലത്? മാറി മാറി തന്നെയല്ല നല്ലത്. മാറി മാറി വരുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. നമസ്കാരം ചേട്ടാ, എങ്ങോട്ട് പോകുന്നു രാവിലെ? ജോലിയുണ്ട്. എവിടേക്കാ? പള്ളിക്കൽ. പള്ളിക്കല് പൂവറ്റൂർ. ഇവിടുന്ന് രാവിലെ പോകും. രാവിലെ പോകും. കൊട്ടാരക്കരയാണോ സ്വദേശം? അല്ല, സദാനന്തപുരം. സദാനന്തപുരം ആശ്രമത്തിനടുത്താണോ? ആശ്രമം. ആശ്രമത്തിലാണ്. അതെ അതെ അല്ലേ? അതെ. എങ്ങനെയാ സർക്കാർ മാറുമോ? എന്താ അവസ്ഥ? സർക്കാർ മാറണം എന്നാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ മാറണം. തീർച്ചയായിട്ടും. ഓക്കെ ഫൈൻ. നമസ്കാരം ചേട്ടാ, യാത്രയിലാണ്. പെട്ടുപോയി. എവിടേക്കാ? KSRTC ജീവനക്കാരനാണോ? ആണോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ KSRTCയിലെ ജീവനക്കാരൻ എന്ന നിലയിൽ സംതൃപ്തി ഉണ്ടോ? ഇപ്പോ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടോ? കുറച്ചെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങ് പോയാലും മതി അല്ലേ? അങ്ങനെയാണോ? മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ കേരളത്തിൽ? മൊത്തത്തിൽ മാറ്റം വന്നു. എന്നാലും നമുക്ക് മാറി മാറി വരുന്നതാണ് നല്ലത്. മാറി മാറി വരുന്നതാണ് നല്ലത് അല്ലേ?